ഇവിടുത്തെ പ്രകൃതി ഒരു രക്ഷയില്ല. മീൻ ഇതിലില്ല. മീൻ ഞാൻ കുറേ നോക്കി, പക്ഷെ കാണുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്നത് കുവൈറ്റിലെ വലിയ പാർക്കിലൊന്നായ സാൽമിയിലുള്ള ഒളിവേർഡ് പാർക്കിലാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി തട്ടിക്കൊടുത്താൽ അടുത്ത പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോസിലേക്ക് പോകാം. കുവൈത്തിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈത്തപ്പഴം പഴുത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നാരങ്ങ, അതേപോലെ പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കാണുന്ന പലയിനം കൃഷികൾ ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കൃഷി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നാട്ടിൽ ഇതുപോലത്തെ സാധനങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് കൃഷിയല്ല. ഇവിടെ നമുക്ക് വരുന്നവർക്ക് കാണാനൊരു എന്താ പറയുക, ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ ഇതുപോലത്തെ കായ്ഫലങ്ങൾ നമ്മൾ കാണുമ്പോൾ, നമ്മൾ പ്രവാസികളല്ലേ, അപ്പോൾ നമുക്കിത് കാണുമ്പോൾ കണ്ണിന് വളരെ കുളിർമയാകും. കാരണം നാട് ഓർമ്മയിലേക്ക് വരും. ആ നാടും നാടിലെ പച്ചപ്പും അതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വന്ന്. നാരങ്ങ ഇവിടുത്തെ ചൂട് കാരണം ഉണങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടില്ല, ഉണങ്ങി പൊട്ടി വീണിരിക്കുകയാണ് ഇവിടെ. അതുമാത്രമല്ല ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കാണുന്നുണ്ട്. അത്രയും നല്ല ചൂടാണ് ഇവിടെ. ചൂടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രവാസികൾക്ക് ഇവിടെ എന്താ പറയുക, നമുക്ക് ചൂടും തണുപ്പും ഒന്നും നമുക്കില്ലല്ലോ, എല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഈ കുവൈറ്റിലെ ചൂട് എത്രയാണെന്ന് വെച്ചാൽ 35-ൻ്റെയും 40-ൻ്റെയും ഇടക്കാണ്. അതായത് നമ്മുടെ റുമാമ്പഴം എന്ന് പറയുന്ന, അതായത് അനാറ്. പിന്നെ അനാറിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള 10ൽ കൂടുതൽ ഗുണങ്ങൾ ചെയ്യുന്നൊരു ഫ്രൂട്ടും കൂടെയാണ് അനാറ്. ഇവിടുത്തെ പ്രകൃതി ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ ഒരു കായലിൻ്റെ കരയൊക്കെ പോയി എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ പ്രകൃതിയാണ്. ഒരു അരുവിയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ അരുവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വെലുങ്ങും ഒഴുകുന്നത് കാണുമ്പോൾ ഇതിലേക്ക് ചാടിയൊന്ന് നീരാടിയാലോ എന്നൊരു തോന്നൽ. ഈ അരുവിയുടെ കരക്കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മീനുണ്ടോ എന്നുള്ളത് അറിയില്ല. ചെറിയ മീൻ പോലത്തെ കാണുന്നുണ്ട്, പക്ഷെ അത് മീനല്ല കേട്ടോ. പ്രകൃതി ഒരു സംഭവം തന്നെ. ഈ ഇത്രയും ചൂട് കാലത്ത് ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു കുളിർമ കിട്ടുമ്പോൾ എന്താ പറയുക, ഈ കുവൈറ്റിലെ ചൂട് തന്നെ അങ്ങ് ഇല്ലാണ്ടായി പോവാണ്. അത്രയും നല്ലൊരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അരുവിയിലൊരു തോണി ഇരിക്കുന്നുണ്ട്. ശരിക്കും പറയുക വെച്ചാൽ തോണിയല്ല കേട്ടോ, ഇത് തോണി പോലൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ്
വെള്ളത്തിനും ചൂടില്ല കേട്ടോ. നമ്മളിവിടെ പ്രകൃതിക്ക് നല്ല ചൂടുണ്ട്, പക്ഷേ ഇതിലെ വെള്ളത്തിലൊന്നും ചൂടില്ല. വെള്ളമൊക്കെ തണുത്ത് കിടക്കുകയാണ്. മീൻ ഇതിലില്ല. മീൻ ഞാൻ കുറേ നോക്കി, പക്ഷെ കാണുന്നില്ല. എന്തായാലും ഒരു സംഭവം തന്നെ. അപ്പോൾ ഈ അരുവി പോയിട്ട് ഒരു സ്ഥലത്ത് ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. ഇതിൻ്റെ മേലൊരു പാലമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് പാലത്തിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ചൂട് കാലമായതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ നമുക്ക് ചെറുങ്ങനെ ഒരു തളർച്ചയൊക്കെ വന്നാൽ വെള്ളം കുടിക്കാനോ അതല്ലെങ്കിൽ ചായ കുടിക്കാനോ ഒക്കെ പറ്റിയ ചെറിയൊരു കട ഇവിടെ ഉണ്ട്. അതൊരു ഈജിപ്ഷ്യൻ്റെ കടയാണ്. മുദീർ അസ്സലാമു അലൈക്കും. സെയിൻ ഷാനക് അയ്യോ അന കോയിസ്. അപ്പോൾ അതാ കസ്റ്റമർ അതാ ജിയാദ അല്ല ഷോയ ഷോയ അലഹിം ഷോയ അതാ ഷംസ് ജിയാദ. അതായത് ഇവിടെ അതായത് ചൂട് കാലമായതുകൊണ്ട് ഇവിടെ കുറവാണ്. അപ്പോൾ തണുപ്പ് കാലം വന്നാൽ കസ്റ്റമർ കൂടുതൽ വരുമെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു ടർഫുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ അതിൽ കളി നടക്കുന്നില്ല, കാരണം ചൂടാണ്. രാത്രിയാണ് ഇപ്പോൾ കളി. അപ്പോൾ ഇപ്പം ചൂടായതുകൊണ്ട് ഇപ്പം ആൾക്കാർ വന്ന് ഇപ്പം കളിക്കാൻ ഇതിലേക്ക് കയറുന്നില്ല, കാരണം അത്രയും നല്ല ചൂടാണ്. അപ്പം നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട് തൂക്കുപാലം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, തൂക്കുപാലം. ഈ ഈത്തപ്പഴം എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ നല്ല വിലയാണ്. പക്ഷേ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ പഴുത്ത് താഴോട്ട് വീഴാണ്. എന്നിട്ട് കണ്ടില്ലേ, അതിങ്ങനെ ആർക്കും വേണ്ടാണ്ട് അതിങ്ങനെ കച്ചറ പോലെ നിൽക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. നാട്ടിലാണെങ്കിൽ ഇത് നല്ല വിലയാണ്. ഇവിടുത്തെ ടർഫിൽ കളിക്കാൻ ഇപ്പോൾ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പകൽവട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ രാത്രി കാഴ്ചകളിലേക്കാണ് പോകുന്നത്.
ലൈറ്റ് വാട്ടർ ജമ്പിങ് എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്നവരെ അത് ഓൺ ചെയ്തിട്ടില്ല. അത് കാരണം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോസിന് ശേഷം ഞാനൊരു മറ്റൊരു എപ്പിസോഡായിട്ട് 2ാം പാർട്ടായിട്ട് ഞാനൊരു പുതിയ വീഡിയോസ് ചെയ്യും. അപ്പോൾ ഒക്കെ കൂടെ അതിൽ കൂട്ടിച്ചേർത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് തട്ടിയാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും ബൈ.